ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലാവൻഡർ മീഡിയ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മെൻ്റലിസത്തെക്കുറിച്ചാണ്. മെൻ്റലിസം എന്ന് പറയുമ്പോൾ മൈൻഡ് റീഡിങ്. യൂട്യൂബിൽ തന്നെ ഒരുപാട് ഫേമസ് മെൻ്റലിസ്റ്റുകളുണ്ട്. അവരുടെ എല്ലാം വീഡിയോസൊക്കെ നമ്മൾ കാണുന്നതാണ്. സോ ആ സമയത്ത് തോന്നാറുണ്ടോ എനിക്കും അതുപോലെ ഒരു മെൻ്റലിസ്റ്റ് ആവാൻ പറ്റുമോ എന്ന്? അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഫേമസ് ആവാനും ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയൊക്കെ മുന്നിൽ ഒരു സ്റ്റാർ ആവാൻ കഴിഞ്ഞിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചിരുന്നോ? എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു മെൻ്റലിസ്റ്റ് ആവാനായിട്ട് കഴിയും. നിങ്ങൾക്കും മെൻ്റലിസം പഠിക്കാൻ കഴിയും. മെൻ്റലിസം പഠിക്കാൻ ആർക്ക് വേണമെങ്കിലും പറ്റും. പക്ഷേ ഒരു പ്രൊഫഷണൽ ആവണമെങ്കിൽ വർഷങ്ങളുടെ പ്രയത്നവും അത്യാവശ്യമാണ്. ഒരുപാട് നാളത്തെ പ്രാക്ടീസും ആവശ്യമാണ്. കാരണം മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. ഒരിക്കലും ഒരു രാത്രി കൊണ്ടോ കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആവണമെന്ന് അത്രയും ആഗ്രഹവും അതിനു വേണ്ടിയിട്ടുള്ള അർപ്പണ ബോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ കണ്ട് ആരാധിക്കുന്ന മെൻ്റലിസ്റ്റുകളുടെയൊക്കെ കൂടെ നാളെ നിങ്ങളും ഉണ്ടാവും. മെൻ്റലിസം പഠിക്കാൻ ആദ്യം മാജിക് പഠിക്കുന്നതായിരിക്കും നല്ലത്. മാജിക് ഒരു ഡിഗ്രി ആണെങ്കിൽ മെൻ്റലിസം അതിൻ്റെ PhD ആണെന്ന് പറയാനായിട്ട് പറ്റും. അതായത് മെൻ്റലിസം ടഫ് ആണെന്നോ മാജിക് ഈസി ആണെന്നോ ഒന്നുമല്ല പറയുന്നത്. രണ്ടിനും അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടെന്ന് നമുക്കറിയാലോ. പക്ഷേ മാജിക് പഠിച്ചതിന് ശേഷം മെൻ്റലിസം പഠിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. മെൻ്റലിസത്തിൻ്റെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്നത് ടോണി കോറിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് 13 സ്റ്റെപ്സ് ടു മെൻ്റലിസം. അത് നിങ്ങൾക്കും വായിക്കാവുന്നതാണ്. ബുക്കുകൾ വായിച്ചിട്ടാണ് നിങ്ങൾ മെൻ്റലിസം കൂടുതലായിട്ടും അറിയേണ്ടത്. അതുപോലെ തന്നെ ബുക്കുകൾ മാത്രം വായിച്ചുകൊണ്ട് കാര്യമില്ല, കോഴ്സുകളും പഠിക്കണം. അതുപോലെ തന്നെ വീഡിയോസ് കണ്ടു പഠിക്കണം. നിരന്തരം പഠിച്ചുകൊണ്ടും റിസർച്ച് ചെയ്തുകൊണ്ടും ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ മെൻ്റലിസ്റ്റ് ആവാനായിട്ട് കഴിയൂ. ഓൺലൈനായിട്ട് പഠിക്കാവുന്ന കോഴ്സുകളുണ്ട് മെൻ്റലിസത്തിൽ. റിയാൻ ക്ലർക്കിൻ്റെ മാസ്റ്റർ മെൻ്റലിസം കോഴ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള കോഴ്സാണ്. അതിൽ പറയുന്നത് ഹൗ ടു ബിക്കം എ പ്രൊഫഷണൽ മെൻ്റലിസ്റ്റ് എന്നാണ്. ആ കോഴ്സിൽ നിങ്ങൾക്ക് മെൻ്റലിസം, ഹിപ്നോട്ടിസം, മൈൻഡ് റീഡിംഗ്, സ്ട്രീറ്റ് മാജിക്, കാർഡ് ട്രിക്സ്, ഇല്യൂഷൻസ്, സ്പൂൺ ബെൻഡിങ് എല്ലാം പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ 1996 തിരുവനന്തപുരത്ത് ആരംഭിച്ച മാജിക് അക്കാദമി എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അവിടെയും പഠിക്കാനായിട്ട് പറ്റും. മാജിക് അക്കാദമിയിൽ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. കേരള യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മറ്റു ക്രാഷ് കോഴ്സുകളും എല്ലാം ഉണ്ട്. 10 വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങാവുന്ന കോഴ്സുകളൊക്കെ ഉണ്ട്. ഇതൊന്നും പഠിക്കാനായിട്ട് ഒരുപാട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഒന്നും വേണ്ട. ചെറിയൊരു ഫീസിൽ തന്നെ പഠിക്കാവുന്ന കോഴ്സുകളൊക്കെയാണ്. മാജിക്കോ അല്ലെങ്കിൽ മെൻ്റലിസോ ഒക്കെ നിങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വേറെയും ഒരുപാട് സ്കിൽസാണ് ഉണ്ടാവുന്നത്. അതായത് സ്റ്റേജ് മാനേജിങ് സ്കിൽസ്, സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവും, ഇൻ്റർപേഴ്സണൽ സ്കിൽസ് നന്നായിട്ട് വർദ്ധിക്കും, മൈൻഡ് ആൻഡ് ബോഡി ആക്റ്റീവ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ക്യൂരിയോസിറ്റിയും ക്രിയേറ്റിവിറ്റിയും വളരെയധികം കൂടി വരും. നിങ്ങൾക്ക് നല്ലൊരു എൻ്റർടൈനർ ആവാനായിട്ട് പറ്റും. പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് നന്നായിട്ട് ഇമ്പ്രൂവ് ആവാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എല്ലാവരുടെ ഇടയിൽ യുണീക്ക് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആവാനായിട്ട് പറ്റും. ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ള ഒരു കരിയറാണ് മെൻ്റലിസം അല്ലെങ്കിൽ മാജിക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ബുക്സ് റീഡ് ചെയ്യാൻ തുടങ്ങുക. നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനും മറ്റു മെൻ്റലിസ്റ്റുകളുടെ വീഡിയോസ് വാച്ച് ചെയ്യാനൊക്കെ ശ്രമിച്ചു തുടങ്ങുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള നല്ല ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.